ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. 28/4/2022 തൃശ്ശൂർ ജില്ലയിൽ VFAയുടെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടി. അതിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയുന്നത് 32/2025 ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 100 ചോദ്യങ്ങൾ, 90 മിനിറ്റ് ദൈർഘ്യമായിരുന്നു പരീക്ഷാ സമയം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? അതിൻ്റെ ആൻസർ സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ആൻസർ 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികളാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം. അതിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ചൈന. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം അത് കാൺപൂർ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂർ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഏതിൻ്റെത്? ഐക്യരാഷ്ട്രസഭയുടെ UN സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത്? അത് ചക്രവാതമാണ്. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത് ചക്രവാതം. ആഗ്നേയ ശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. അത് ശരിയാണ്. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. അതും റൈറ്റ് ആണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. അത് തെറ്റാണ്. കാരണം അവസാദ ശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. അതും കറക്റ്റാണ്. അപ്പോൾ ആൻസർ എന്താണ്? കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് എന്ന് പറയുന്നതാണ്. എന്താണ് ക്ലിഫ്? എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. എന്താണ് ക്ലിഫ്? തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിഫ് എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ആൻസർ ടെറായി. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. കുറ്റ്യാടി കോഴിക്കോട്, കറക്റ്റ് ആണ്. ശബരിഗിരി പത്തനംതിട്ട ജില്ലയാണ്. അതുപോലെ ഷോളയാർ തൃശ്ശൂർ ജില്ലയാണ്. കല്ലട കൊല്ലം ജില്ലയാണ്. ഇവിടെ നമുക്ക് PSC തന്നിരിക്കുന്ന ആൻസർ ശബരിഗിരി പത്തനംതിട്ട. അതാണ് തെറ്റായിരിക്കുന്നത്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? അത് കൊൽക്കത്തയാണ്. ഓപ്ഷൻ B ആണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏവ? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ്. ഇവിടെ കൂട്ടുക എന്നുള്ളത്. ഇവിടെ ശരിയായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക.
അതുപോലെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ആൻസർ എന്ന് പറയുന്നത് 2, 3. ഇതുമാണ് ശരി. ഇനി അടുത്തത് നോക്കാം. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അത് കറക്റ്റാണ്. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പൊ 1, 3 എന്ത് റൈറ്റ് ആൻസർ. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചാണക്യൻ അർത്ഥശാസ്ത്രം, ശരി. അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, അതും ശരിയാണ്. ദാദാബായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം, അതാണ് തെറ്റ്. ഇതാണ് തെറ്റ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. തെറ്റായ ജോഡി അതാണ്. ഇനി അടുത്തത്, താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. അത് പത്മ സുബ്രഹ്മണ്യം. 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചിരിക്കുന്നത് പത്മ സുബ്രഹ്മണ്യത്തിനാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു, ശരിയാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. സോ 2, 3 എന്ത് ശരിയായ ആൻസർ? ഓപ്ഷൻ എ ആണ്. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്, 3 പേരും ആയിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് 1, 2, 3. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്, കറക്റ്റാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്, കറക്റ്റാണ്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1, 2 ഓപ്ഷൻ എ ആണ്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി അതേതാണ്? 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 91ാം ഭരണഘടനാ ഭേദഗതി. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. സോ 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരി. തെറ്റ് എല്ലാ പ്രസ്താവനകളും ശരിയാണ്, തെറ്റാണ്. 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. കാരണം ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം ആർക്കില്ല? രാജ്യസഭയ്ക്കില്ല. അപ്പോൾ ആ ഓപ്ഷൻ ശരിയാണ്. സോ എന്താണ്? ഈ ഒരു 3 കാര്യങ്ങൾ ശരിയാണ്. 2, 3, 4. സോ ദ ആൻസർ ഈസ് സി. ഒന്നുകൂടി പറയാം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അതിൽ ഒന്നെന്താണ്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല, അതും ശരിയാണ്. സോ ദ ആൻസർ ഈസ് സി. അടുത്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത്? സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിലിൽ തുല്യ അവസരം. ഇത് രണ്ടുമാണ് എന്തിൽ പെടാത്തത്? ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത്. സോ ദ ആൻസർ ഈസ് 3, 4 ഓപ്ഷൻ ഡി. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും
ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതായിരുന്നു? സി വിജിൽ. സി വിജിൽ. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം. സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം. കൺകറൻ ലിസ്റ്റ് മദ്യനിയന്ത്രണം അതെവിടെയാണ്? അതിവിടെയാണ് വരേണ്ടത്. ബാങ്കിങ്ങോ അതിവിടെയാണ് വരേണ്ടത്. സോ 3 തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് എന്ത് ശരി വന്നിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 26. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു. അദ്ദേഹമാണ് കേന്ദ്ര പാർലമെന്ററി വകുപ്പ് മന്ത്രി. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അത് തെറ്റാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. സോ 2ഉം 3ഉമാണ് എന്ത് ശരിയായിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. സോ 3ഉം എന്താണ് ശരിയാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. വി ശിവൻകുട്ടിയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ? 9. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവൻ. നമുക്ക് അടുത്ത് നോക്കാം. പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏത്? ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഡെൻഡൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. സോ ആൻസർ എന്ന് പറയുന്നത് 34 ഓപ്ഷൻ ബി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഇ. വൈറ്റമിൻ ഇ ആണ് എന്ന് പറയുന്നത് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ജീവകം ഇ. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. കോളറ വൈറസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, സ്ക്രബ് ടൈപ്സ് വിബ്രിയോ കോളറ, കുരങ്ങുപനി ബാക്ടീരിയ. സോ ആൻസർ എന്താണ്? എലിപ്പനി ലെപ്റ്റോസ്പൈറ. ഓപ്ഷൻ സി ആണ് ലെപ്റ്റോസ്പൈറ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ക്യാൻസർ, സിലിക്കോസിസ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ടെറ്റനസ്. എന്താണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. സോ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇനി അടുത്ത നോക്കാം. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല, 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. സോ ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി.
ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഉത്തരം എന്താണ്? ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് നൈജീരിയയാണ്. നൈജീരിയ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയ. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? മീറ്റർ, സെക്കൻഡ്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആൻസർ എന്താണ്? സെക്കൻഡ്. ബാക്കി മുഴുവൻ ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്തുക. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്തുക. നമുക്കറിയാലോ 1/f = 1/u + 1/v ആണല്ലോ. 1/-10 + 1/-40 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്കറിയാം LCM എത്രയാണ്? -40 -1 -4 അല്ലേ? സോ -5/40 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -1/8. Therefore f എത്രയാ? f = -8 സെന്റിമീറ്റർ. ആൻസർ എന്താണ്? -8. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലി. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? എന്താണ്? കാൽസ്യം കാർബണേറ്റ്. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ വിഘടിക്കും. സോ ദ ആൻസർ ഈസ് FeCl3H2 ആണ്. അതായത് FeCl3H2 ഉണ്ടാകുന്നു. അതാണ് ശരിയായ ആൻസർ. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? 10 ആണ്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഏതാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ് TiO2. അതിന്റെ ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമത്തിന് അനുസരിച്ചാണ്? ബോയിൽ നിയമം. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ബോയിൽ നിയമം. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാട്. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാട്. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി നടൻ ആരാണ്? PJ ആന്റണി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമൂന. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് മൈമൂന. തെറ്റ്. മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയൻ. ഓപ്ഷൻ എ ആണ്. (2023) കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് EV രാമകൃഷ്ണനാണ്. താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെ? ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. അത് ശരിയാണ്.
1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. അതും ശരിയാണ്. ജി അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. സോ ദ ആൻസർ ഈസ് 1ഉം 2ഉം. 1ഉം 2ഉം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? അത് ക്രിക്കറ്റിൽ താല്പര്യമുള്ള കുട്ടികൾക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരായിരുന്നു? ജയ്പാൽ സിംഗ്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ് സ്പീഡ് കൂട്ടാൻ, ബ്രൗസിംഗ് ചരിത്രം സൂക്ഷിക്കാൻ, ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ, ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ. സോ ദ ആൻസർ ഈസ് ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഇതാണ് IMG. ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൂട്ടറാണ്. സോ ദ ആൻസർ ഈസ് ബി. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? CERT. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, അതാണ് CERT. ഇൻപുട്ട് ഉപകരണം ഏതാണ്? സ്കാനർ ആണ് ഇൻപുട്ട് ഉപകരണം. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് നമ്മൾ എന്തായിട്ട് കുട്ടിയായിട്ട് നിർവചിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? 1 തവണ. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? 1 തവണ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സെർവൻസ് ആയിരിക്കും. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും എന്തായിരിക്കും? പബ്ലിക് സെർവൻസ് ആയിരിക്കും. അത് ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. അതും ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. അതും ചെയ്യണം. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ്. അതും ശരിയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അത് തെറ്റാണ്. സോ ഓപ്ഷൻ എന്താണ്? ഡി ആണ് ഈ ഒരു ആൻസർ, ഇതിന്റെ ആൻസർ. അതായത് ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 6 അംഗങ്ങളുണ്ട്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 6 പേർ. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? 150. ഇത് അരിത്തമാറ്റിക് ആണ്, അതായത് ബേസിക് മാത്സ് ആണ്. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 5 3 8 8 4 12. 12x എന്ന് പറയുന്നത് 180. therefore x എന്താണ്? 180 ഹരിക്കണം 12 എത്രയാണ്? 15. 15 ഇൻറ്റു ഇവിടെയുള്ള ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 3 ആണ്. സോ 15 ഇൻറ്റു 3 45. ഇപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് 45.
ഒരു ത്രികോണത്തിലെ കോണുകളുടെ അംശബന്ധം 5:3:4 ആയാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്രയാണ് 45. z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, എക്സ് ഈക്വൽ ടു -10, വൈ ഈക്വൽ ടു 3 ആയാൽ സെഡിന്റെ വില എത്രയാണ്? അത് നമുക്ക് ഇതിൽ പുട്ട് ചെയ്താൽ പോരെ. എക്സ് ഈക്വൽ ടു z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, എക്സിന്റെ വാല്യൂ എത്രയാ -10, വൈയുടെ വാല്യൂ 3, സോ ദ ആൻസർ ഈസ് -7. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി നമുക്ക് അടുത്ത ആൻസർ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 12, 48, 24, 16. സോ നമുക്കറിയാം എന്താണ് 2, 6, 12, 6, 8, 48, അതുപോലെ 6, 4 എന്താണ് 24. പക്ഷെ ഇതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓപ്ഷൻ എന്താണ്? ഡി ആണ്. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്രയാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം 6 ഗുണിതം 6, 12, 18, പിന്നെയോ 24, 30, 36 അല്ലേ? 1, 2, 3, 4, 5, 6. ഇനി എന്ത് ചെയ്യുക? ഇതിലുള്ള മൂന്നാമത്തെ നാലാമത്തെ വാല്യൂ തമ്മിൽ കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഹരിക്കുക. 18, 24 കൂട്ടിയാൽ എത്രയാണ്? 42. 42ന്റെ പകുതി എത്രയാ? 21. 21 എന്ത് ചെയ്യുന്നത്? 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം. ഈ ഒരു ഓപ്ഷനിൽ 21 ഇല്ല, പകരം 74ന്റെ ആൻസർ സി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒഴിവായി പോകാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ് ആൻസർ 21. അടുത്തത് 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? എന്താണ് ഇവിടെ നീളം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 40 മീറ്റർ, വീതിയോ 30 മീറ്റർ. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 40, 30, 70. 70ന്റെ ഇരട്ടി 140. ഇത് എന്ന് പറയുന്നത് സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമാണെന്നാണല്ലോ പറഞ്ഞത്. സമചതുരത്തിന്റെ ചുറ്റളവ് എന്താണ്? 4a. 4a ഈക്വൽ ടു 140 ആണെങ്കിൽ a എത്രയാണ്? 140 ഡിവൈഡ് ബൈ 4. അതെത്രയാണ്? 35. സോ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ്? 35 മീറ്റർ ആണ്. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ അരുണിന്റെ സ്ഥാനം 2 ആഡ് ചെയ്താൽ പോരെ. മുന്നിൽ നിന്ന് 4, പിന്നിൽ നിന്ന് 20, സോ 24. ഇതിൽ അരുണിന് എത്ര പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്? 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1 കുറയ്ക്കുക, 23 പേര്. അപ്പൊ ഇനി അടുത്ത ദിവസം നോക്കാം. 18 - 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4. അപ്പൊ എങ്ങനെ വരും? 18 - 6/3 2, 2 × 4 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഓപ്ഷൻ എന്താണ്? എ ആണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -2/3 ഹോൾ ക്യൂബ് ഇൻറ്റു 3/5 ഹോൾ സ്ക്വയർ. എന്താണിത്? -2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -8. 3 ക്യൂബോ 27, 3 സ്ക്വയറോ 9, 5 സ്ക്വയറോ 25 അല്ലേ? അപ്പൊ എന്ത് വരും? -8/75. -8/75. ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? നമുക്കത് കുറച്ച് നോക്കിയാൽ പോരെ. 72.29 മൈനസ് 53.6. 12-ൽ 6 6 പ്രാവശ്യം, 11-ൽ 3 8 പ്രാവശ്യം, 6-ൽ 5 1 പ്രാവശ്യം. സോ 18.69. ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എക്സെട്ര എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം കണ്ടെത്തുക. നമുക്കറിയാം ഇതിൽ നിന്ന് എ കിട്ടി. എത്രയാണ്? 1. ഇതെങ്ങനെയാണ് പോകുന്നത്? ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. സോ ഇൻറ്റു ഇട്ടാണ് പോകുന്നത്. 1 × 2 2, 2 × 4
2 × 2 4, 4 × 2 8, അങ്ങനെയാണ് ആ സീരീസ് പോകുന്നത്. സോ നമുക്ക് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. നമുക്കറിയാം Tn ഈക്വൽ ടു എന്താണ്? AR⁻n−1. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? 1. ആറിൻ്റെ വാല്യൂ 2. 2⁻n−1 എത്ര? 10 ബദലേ 10 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2�9. 2�9 എത്രയാണ്? 2�9 എന്ന് പറയുന്നത് 512 ആണ്. നോക്കാം നമുക്കത് ശരിയാണോ. നമുക്കറിയാം 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലേ? 2⁵ - 8 അല്ല 2⁵ കണ്ടപ്പോഴേ. ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് 2⁵ അറിയാം എത്രയാണ്? 32. സോ 32 × 16. 6 2 12, 3 6 18, 2 21 21, 2 ബാക്കി 3 2 5. സോ 512 ആണ് എന്ത്? 2⁹9. അപ്പോൾ 19 എത്രയാണ്? 512. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. Modern technology makes it easier than ever to eavesdrop on electronic communication. എന്താ eavesdrop? നമ്മൾ ഈ ഒരു ഒളിഞ്ഞു കേൾക്കുന്ന പരിപാടി അല്ലേ? To listen secretly to a private conversation. Do you remember the passenger dash traveled yesterday without a ticket? Choose the suitable relative pronoun from the options given. എന്താണ്? Do you remember the passenger who traveled yesterday without a ticket? Martin ate the dash amount of shawarma at the party, preferring to snack on vegetable. Martin ate the least amount of shawarma at the party, preferring to snack on vegetables. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Identify the meaning of the idiom underlined. An arm and a leg, expensive. Which one of the following words is an example of a compound word consisting of a verb plus adverb pattern? ഏതാണത്? break through. verb break നമുക്കറിയാം, break through. verb plus adverb pattern എന്താണ്? break through. അടുത്തത്, the dash of the royal family still preserve their tradition and culture heritage. Pick out the correctly spelt word. Descendants. DESCENDANTS. So answer is B. DESCENDANTS. അപ്പോൾ ഇതാണ് right answer. This cloth used to fade when washed. Use the most suitable question tag. ഏതാണിത്? Used to fade when washed. Didn't it? Close the window. Change into passive voice. എന്താണ്? Let the window be closed. The principal ordered a dash of paper to print the student's hall ticket. എന്താണ്? Fill in the blank using the most suitable collective noun from the options given. Answer ream ആണ്. The manager asked Raji, why didn't you come to the office yesterday? The manager asked Raji why she hadn't come to the office the previous day. Why she hadn't come to the office the previous day. Win plus തലം equal to വിണ്ടലം. സന്ധി ഏതാണ്? അത് ആദേശ സന്ധിയാണ്. ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അത് നപുംസകം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സാമുദ്രം, വസിരം, അക്ഷീപം, മഞ്ഞ്. ഓപ്ഷൻ ഡി ആണ് മഞ്ഞ്. ശരിയല്ലാത്ത വിപരീത പദം
വിപരീത പദ രൂപമേത്? അണിയം, അമരം, വൃഷ്ടി, സമഷ്ടി, ആധാനം, പ്രധാനം, ഉപജയം, അപജയം. സോ ഉപജയം, അപജയം. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? ആ, ഈ, എ. ചതയില്ലാത്തിടത്ത് കത്തിവയ്ക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം, ഇതൊരു ശൈലിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? നേതാവ്, നേത്രി ശരിയാണ്. വിദ്വാൻ, വിദുഷി, കവി, കവയിത്രി, അപായം, ഉപായം. കവി കവയിത്രിയാണ്, കവി കവയിത്രിയല്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഒറ്റപ്പദമേത്? പിപഠിഷു. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് എന്താണ്? സലിംഗ ബഹുവചനം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമേത്? തെങ്ങാണ്. ഇപ്പം നമ്മൾ 32/25 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞങ്ങളുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്